ഈ ബംഗ്ലാദേശിൽ ഹിന്ദു വേട്ട തുടരുകയാണ്. ഏറ്റവും അവസാനം വരുന്ന വിവരമനുസരിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ അവിടുത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ആരുണ്ട്? ആരുമില്ല. ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ആരുമില്ല. ഇത് വലിയ ഗുരുതരമായൊരു പ്രശ്നമായിട്ട് വരികയാണ്. അവിടെ ഏറ്റവും കൂടി നടന്നത് ഉദ്ജാപൻ എന്ന് പറയുന്ന സംഘടനയുടെ നേതാവായിട്ടുള്ള ബിപേഷ് ചന്ദ്ര എന്ന് പറയുന്ന ആളിനെയാണ്. ഒരു തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതായിട്ട് പറയുന്നില്ല. വെറുതെ ഹിന്ദുക്കളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ കോഴിയെ കൊല്ലുന്ന പോലെ മാടിനെ കൊല്ലുന്ന പോലെ കൊന്നേക്കുക എന്ന് പറയുന്ന ഒരു മതം ഇളകിയിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ചില ജമാഅത്തെ ഇസ്ലാമിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ജിഹാദികൾക്കും ഒക്കെ. ആരും സംരക്ഷിക്കാനല്ല. ആരും സംരക്ഷിക്കാനാണ്? തൊട്ടിപ്പുറത്തുള്ളത് മമതാ ബാനർജിയാണ്. അവർക്ക് ഈ കുറേ ഹിന്ദുക്കളെ അങ്ങ് കൊന്നാൽ കൊള്ളാവുന്നുണ്ട്. അവിടെ നിന്നിട്ട് അതിന് പകരം കുറച്ച് ബംഗ്ലാദേശികളായിട്ടുള്ള ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു മരണപ്പെട്ടെങ്കിൽ ഇന്ന് തൊട്ടടുത്ത് ബംഗാളിൽ 2 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. CPM പ്രവർത്തകർ ഇന്ന് കൊന്നു. അതിൻ്റെ പുറത്ത് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് ഇത് തുടരുക. ഏറ്റവും കഴിവുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്ന അവർ അതിൻ്റെ പുറത്ത് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇവരെ കൊല്ലാൻ വേണ്ടി അവിടെ അധ്യക്ഷയായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവിടെ കടിച്ചു വോട്ട് ചെയ്യാൻ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ കുറേ മുസ്ലിങ്ങളുണ്ട്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് മേൽ നടക്കുന്ന കംസൻ്റെ ഒരു തരം കൗശലമാണ് ഇപ്പോൾ നടക്കുന്നത്. കംസൻ നടത്തുന്നത് പോലുള്ള പ്രവർത്തനമാണ്. അതെന്തായിരിക്കും? മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ മാത്രം ഈ ജനാധിപത്യവും മതേതരത്വവും ഒന്നുമില്ല, ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരന്തര വേട്ട നടക്കുന്നു. അത് ഹിന്ദുക്കൾ മാത്രമല്ല, ബുദ്ധന്മാർ ഉൾപ്പെടെയുള്ളവരെ നിരന്തരം ആക്രമിക്കുകയാണ്. അതെന്തായിരിക്കും? ഈ മതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വന്നിട്ട്, ഒരു ഓഡിയോ മാധ്യമത്തിൽ വന്നിട്ട് ഒരു ഇടതുപക്ഷക്കാരൻ പറയുന്നത് കേട്ടു, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിൻ്റെയാണ്, ഭൂരിപക്ഷത്തിൻ്റെ അല്ല. അത്ര ഒഡാസിറ്റിയാണ് അവർക്ക്. പക്ഷേ ബംഗ്ലാദേശിൽ വരുമ്പോൾ അത് ഭൂരിപക്ഷത്തിൻ്റെയാണ്. മറ്റേത് രാഷ്ട്രങ്ങളിൽ പോകാൻ അത് ഭൂരിപക്ഷത്തിൻ്റെയാണ്. പക്ഷേ ഇന്ത്യയിൽ വരുമ്പോൾ അത് ന്യൂനപക്ഷത്തിനായിരിക്കണം. അത്തരം വിവരക്കേടുകളൊക്കെ വിളിച്ച് പറയാനുള്ള തൻ്റെ ഇപ്പോൾ കാണിച്ചു തുടങ്ങി. ജനാധിപത്യത്തിന് ഭരണഘടനയെ മാത്രമല്ല, ജനാധിപത്യത്തെ തന്നെ തിരുത്തി എഴുതുക. ജനാധിപത്യം ഏറ്റവും തമാശ, ഈ ബംഗാളിൽ കലാപം നടക്കുന്ന ജില്ലയിൽ ന്യൂനപക്ഷം മുർഷിദാബാദ് അവിടെ ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം. അതെ, അവിടെ ജനാധിപത്യമില്ല, മതേതരത്വമില്ല. അവിടെ ഭൂരിപക്ഷം വേണം, ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ മരിക്കാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുക. ഇവിടെ തന്നെ വേണ്ട ഒരു ഷെയ്ക്ക്, പണ്ടൊരു ഷെയ്ക്കായിട്ട് തന്നെ സ്ത്രീകളുടെ മാനം അപഹരിച്ചുകൊണ്ടിരുന്നു. ദിവസവും പണ്ട് മാടമ്പികളൊക്കെ പോയിട്ട് ഈ പാവപ്പെട്ട ദളിതരുടെയൊക്കെ വീട്ടിൽ അവിടെ കന്യകളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ചാരിത്രം അപഹരിച്ചിരുന്നത് പോലെ അവിടുത്തെ സ്ത്രീകളുടെ ചാരിത്രം അപഹരിച്ചുകൊണ്ടിരുന്നു. അതിനും ബംഗാളിലെ ഗവൺമെൻറ് സപ്പോർട്ടായിരുന്നു. അവർക്ക് സപ്പോർട്ടായിട്ട് ബംഗ്ലാദേശുമുണ്ട്. അപ്പോൾ ഇത് വലിയൊരു രാഷ്ട്രീയ ജിയോ പൊളിറ്റിക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബിംസ്റ്റെക് മീറ്റിങ്ങിൽ വെച്ചിട്ട് കർശനമായ താക്കീത് നൽകിയതാണ് നരേന്ദ്രമോദി. നിങ്ങൾ ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന്. യാതൊരു കുറവുമില്ലാത്ത വിധം ഇത് വർദ്ധിച്ചു വരികയാണെന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇത് കുറയുകയല്ല, അതിനുശേഷം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ബംഗാളിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇനി ചിലപ്പോൾ ബംഗാളും കൂടെ അങ്ങ് കൈക്കലാക്കാനുള്ള ശ്രമമാണോ എന്ന്. വേറൊരു രാജ്യവും ഇതുപോലെ ക്ഷമിക്കുകയില്ല. ശരിക്കും ഒരു സനാതനധർമ്മം പുലർത്തുന്ന രാഷ്ട്രമായതുകൊണ്ട് മാത്രം ഇത്രമാത്രം ക്ഷമിക്കുകയാണ്. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത രാഷ്ട്രത്തിൽ ഇവിടുത്തെ ഒരേ സ്വത്വമുള്ള ഒരു രാഷ്ട്രമായിരുന്ന ഒരു രാഷ്ട്രത്തിലെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുക. എന്താ കാര്യം? അവർ ഹിന്ദുക്കളായതിൻ്റെ പേരിൽ ആ ഹിന്ദു ഭൂരിപക്ഷ രാജ്യം നിശബ്ദമായിട്ട് മാപ്പുസാക്ഷിയായിട്ട് അവിടെ നോക്കിയിരിക്കുക. ഇതിൻ്റെ സമയം അവസാനിച്ചു കഴിഞ്ഞു. ഇവരുടെ അഹങ്കാരം എന്ന് പറയുന്ന അദ്ദേഹം മുഹമ്മദ് യൂനിസിൻ്റെ വാക്കുകളിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതായത് കടൽ മാർഗമുള്ള ഗതാഗതമെല്ലാം പോകുന്നത് ഞങ്ങളുടെ സമുദ്രപരിധിയിൽ കൂടിയാണ്, ഇന്ത്യക്ക് ഇവിടെ സമുദ്രമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. ശരിയാണ്. ചിറ്റഗോങ് തുറമുഖം എന്ന് പറയുന്ന പ്രസിദ്ധമായ തുറമുഖം അവരുടേതാണ്. ഈ ചിറ്റഗോങ് ബംഗ്ലാദേശിന് അല്ലെങ്കിൽ അന്നത്തെ പാകിസ്ഥാന് കൊടുക്കുമ്പോൾ അവിടെ 90% ഹിന്ദുക്കളായിരുന്നു. എല്ലായ്പ്പോഴും സംഭവിക്കുന്നത് പോലെ ഒരു ഇസ്ലാമിസ്റ്റ് രാഷ്ട്രത്തിൽപ്പെട്ടാൽ ഹിന്ദുക്കൾക്ക് സംഭവിക്കുന്നത് പോലെ ഈ 90% എന്ന് പറയുന്നത് ഇന്ന് അവിടെ ഒരു ന്യൂനപക്ഷം മാത്രമാണ്. പക്ഷേ സ്ട്രാറ്റജിക്കലായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചിറ്റഗോങ്. ഈ ചിറ്റഗോങ് എന്ന് പറയുന്നത് ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിൽ ബംഗ്ലാദേശിനുള്ള ഒരു ഭൂപ്രദേശമാണ്.
ആ പ്രദേശം അവിടെ വളരെ അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമാണ്. ഇന്ത്യ ചെയ്യേണ്ടത്, ഇവർ പലപ്പോഴും ഇന്ത്യയുടെ മണ്ണിലേക്ക് യാതൊരു വിധമായ അനുവാദവുമില്ലാതെ അനധികൃതമായിട്ട് പോലീസിനെയും പട്ടാളത്തിനെയും BSFിനെയും ഒക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടും അവരുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടും കടന്നു വരാറുണ്ട്. ആ കടന്നു വരുമ്പോൾ പലപ്പോഴും ബംഗ്ലാദേശിലെ സംസ്ഥാന ഗവൺമെൻറ് അവർക്കതിലൊരു റോളുണ്ട്. കാരണം സ്ഥലം അവരുടേതാണ്, അവരുടെ പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കഴിയും. എന്ന് മാത്രമല്ല, അനധികൃത കുടിയേറ്റക്കാർക്ക് റേഷൻ കാർഡ്, പിന്നെ ആധാർ കാർഡ്, തുടർന്ന് വോട്ടിംഗ് കാർഡ്. അല്ല, ചില അന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ടല്ലോ ഈ ബംഗാളിലെ കലാപത്തിന് പിന്നിൽ ബംഗ്ലാദേശിന് വലിയ രീതിയിൽ സ്വാധീനമുണ്ട്, നുഴഞ്ഞുകയറ്റക്കാർ ഇതിലിടയിൽ കലാപത്തിനിടയിൽ കയറി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി പറയുന്നു. ആ സ്വന്തം രാജ്യത്തും പ്രശ്നമാണ്, സമീപത്തെ രാജ്യത്തും പ്രശ്നം ഉണ്ടാക്കുകയാണ്, അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ബംഗാളികൾക്കൊരു സംസ്കാരമുണ്ട്. അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ, അഭിനേന്ദ്രനാഥ ടാഗോറിൻ്റെ ഒക്കെ ചേരുന്ന, ബംഗാളി ഭദ്രാലോകിൻ്റെയും ഒക്കെ ചേരുന്ന, സ്വാമി വിവേകാനന്ദൻ്റെ, സ്വാമി രാമകൃഷ്ണ പരമഹംസരുടെ ഒക്കെ ചേരുന്ന ഒരു വലിയ സംസ്കാരമുള്ള നാടാണ്. ബംഗാളികൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യാറില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവരിങ്ങനെ ന്യൂനപക്ഷങ്ങളെ കൊന്ന് ഒരിക്കലും അതിൽ സന്തോഷിക്കുന്ന ആൾക്കാരല്ല, അങ്ങനെയുള്ള ആൾക്കാരല്ല അവർ. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എക്സോഡസാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള എക്സോഡസിൽ ഇന്ത്യയിലേക്ക് വന്ന, ഇന്ത്യയെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി കടന്നു കയറിയ, അതിക്രമിച്ച് കയറിയ ആൾക്കാരാണ്. അവരെ ഭീകരവാദികളെന്ന് തന്നെ പറയാം. ഒരു തരം ഭീകരാക്രമണമാണ് ബംഗ്ലാദേശ്. ഈ ബംഗ്ലാദേശിലും ഈ ബംഗാളിലും ഈ നിരന്തര ഹിന്ദു വേട്ട ഉണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയുണ്ട്. കൃത്യമായി ഇടപെടുകയോ കൃത്യമായി അതിനെതിരെ വിമർശനം ഉന്നയിക്കുകയോ ചെയ്യുന്നതിൽ ഒരു വീഴ്ച ഉണ്ടായതായി തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. പിന്നെ ടോൾസ്റ്റോയ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് എന്ന് പറയുന്നത് പോലെ ദൈവസമാനമായ ക്ഷമയാണ് ഇപ്പോൾ ഇന്ത്യ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ, ബംഗ്ലാദേശിന് എതിരെ നമ്മളിപ്പോൾ പരസ്യമായിട്ടൊരു ആക്രമണം നടത്തിയാൽ അപ്പോൾ തന്നെ ചൈന ഇടപെടും. ആ ചൈനയുമായിട്ടുള്ളൊരു ബന്ധം വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട്. ഇപ്പോൾ തന്നെയല്ല, ചൈനയുമായിട്ട് ഇതുവരെ ഒരു സായുധമായിട്ടുള്ളൊരു കലാപം ഇന്ന് വരെ ആ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ അതുണ്ടാക്കി വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവിടെ വളരെ തന്ത്രപരമായ സമീപനം നമ്മൾ സ്വീകരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് താമസിയാതെ തന്നെ ചിറ്റഗോങ് എന്ന് പറയുന്ന പ്രദേശം, അത് വെച്ചുകൊണ്ടുള്ള ചൈനയുടെയും ബംഗ്ലാദേശിൻ്റെയും കളി ഇന്ത്യ അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. അതിനുള്ള മസ്തിഷ്കം ഉള്ള ആൾ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അതിനുള്ള നീക്കങ്ങൾ, അതുപോലെ അജിത് ഡോവൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ ഈ തരത്തിലുള്ള ഇന്ത്യയുടെയും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും നേർക്കുള്ള ഈ ആക്രമണങ്ങളെ ഇല്ലാതാക്കാനുള്ള പദ്ധതി ഇപ്പോൾ തന്നെ അവരുടെ തലച്ചോറിൽ വിരിഞ്ഞിട്ടുണ്ട്. അത് പതുക്കെ നമ്മളോടൊന്നും പറഞ്ഞുകൊണ്ടായിരിക്കില്ല ഇങ്ങനെയുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുക. തന്ത്രപരമായിട്ടുള്ള നീക്കം ഇപ്പോൾ ഈ ഒരു സംഭവം കൂടി, ഉജ്ജാമൻ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. ബിപേഷ് ചന്ദ്ര കൂടി മരിച്ചതോടുകൂടി ഇനി ഇപ്പോൾ കാര്യത്തിൽ സാമം ദാനം ഭേദം ദണ്ഡം എന്നാണല്ലോ, യാതൊരു വിധമായിട്ടുള്ള സാമവും ദാനവും ഭേദവും കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യ പോവുക തന്നെ ചെയ്യും, പോവുക തന്നെ വേണം. തീർച്ചയായിട്ടും അതിന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ പിന്തുണ ഉണ്ടാവുകയും ചെയ്യും. ഇന്ത്യ ഒറ്റയ്ക്കായിരിക്കുകയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.